പഞ്ചമഹാഭൂതങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ ഒരു വ്യക്തി ജനിക്കുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ ത്രിദോഷങ്ങൾ ഉണ്ടാവും. അതായത് വാതം, പിത്തം, കഫം. ഈ ത്രിദോഷങ്ങൾ ഉണ്ടാവും. ഇത് ഒരേ അളവിലായിരിക്കില്ല ഉണ്ടാവുക. അങ്ങനെ ഒരേ അളവിൽ ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അവർ വളരെ ഉത്തമമായ ഒരു വ്യക്തിയായിട്ടാണ് കണക്കാക്കുന്നത്. അതല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള അളവിലാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഏതെങ്കിലും ഒന്ന് കൂടിയും മറ്റൊന്ന് കുറഞ്ഞും ആയിരിക്കുന്നെങ്കിൽ ആ ഒരു ദോഷത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ആ വ്യക്തിയുടെ പ്രകൃതിയെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ മെലിഞ്ഞ പ്രകൃതിയാണ് അല്ലെങ്കിൽ തടിച്ച പ്രകൃതിയാണ് എന്ന് പറയാറില്ലേ? അതേപോലെ ദോഷത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഒരു വ്യക്തിയെ നിർണ്ണയിക്കുന്നതിനെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വാദപ്രകൃതി, പിത്തപ്രകൃതി, കഫപ്രകൃതിയുള്ള ആളുകളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഈ വീഡിയോയിലൂടെ. നമസ്കാരം, നല്ലയില ആയുർവേദയിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മി ശരണ്യ. നമ്മുടെ ശരീരത്തിൽ 60% വാദവും ഒരു 30% പിത്തവും ഒരു 10% കഫവും ആണെങ്കിൽ അവരെ നമ്മൾ വാദപ്രകൃതിക്കാരായിട്ടാണ് കണക്കാക്കുന്നത്. അതിൻ്റെ കൂടുതൽ പിത്തത്തിൻ്റെ ചില ലക്ഷണങ്ങളും അവരിലുണ്ടാവും. എന്നാൽ ഈ പെക്യുലർ ആയിട്ട് വാദപ്രകൃതിക്കാരുടെ ലക്ഷണങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എപ്പോഴും മൂവ്മെന്റ് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. അതായത് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാതെ കുറച്ച് നേരം ഇരിക്കുക, അല്ലെങ്കിൽ നടക്കുക, അല്ലെങ്കിൽ ഒത്തിരി റെസ്റ്റ്ലെസ് ആയിരിക്കും അവരുടെ ഒരു ക്യാരക്ടർ. അതേപോലെ അവരെ കാണുന്ന അവർ വളരെ മെലിഞ്ഞിട്ടായിരിക്കും, വളരെ പരുഷമായിരിക്കും. അവരുടെ സ്വഭാവമാണെങ്കിലും അവരുടെ ശബ്ദമാണെങ്കിലും അവരുടെ സ്കിന്നാണെങ്കിലും വളരെ പരുഷമായിരിക്കും. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നായിരിക്കും അവർക്ക്. അതുപോലെ തന്നെ തണുപ്പ് അവർക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല. എപ്പോഴും ചൂടിനോടായിരിക്കും കൂടുതൽ താല്പര്യം. എപ്പോഴും മൂവ്മെന്റ് ഇഷ്ടപ്പെടുന്ന ആള് ആയതുകൊണ്ട് തന്നെ അവിടെ മെന്റാലിറ്റി അങ്ങനെ തന്നെ ആയിരിക്കും. ചഞ്ചല ചിത്തം എന്നാ പറയുക. അതായത് മനസ്സ് എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അവിടെ ബുദ്ധിയാണെങ്കിലും ഓർമ്മയാണെങ്കിലും അവിടെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിലും എപ്പോഴും ഇങ്ങനെ ഒരു അൺസ്റ്റേബിൾ ആയിരിക്കും. അവർക്ക് പെട്ടെന്ന് മറന്നു പോകും. പഠിച്ചതൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു ടൈപ്പ് ആയിരിക്കും. അവരുടെ ഓർമ്മയാണെങ്കിലും അതെ, വളരെ ഓർമ്മയുള്ള ഒരാളുകളായിരിക്കില്ല ഇത്തരം ആൾക്കാർ. അതേപോലെ തീരുമാനം എടുക്കാനുള്ള അവരുടെ കഴിവും വളരെ കുറവായിരിക്കും. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിന്തകൾ പോകുന്നതുകൊണ്ട് തന്നെ തീരുമാനം എടുക്കാൻ അവർക്ക് പെട്ടെന്ന് കഴിയാറില്ല. പെട്ടെന്ന് വളരെയധികം സ്പീഡിൽ സംസാരിക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ ഉറക്കക്കുറവ് അവരുടെ പ്രധാന ലക്ഷണമാണ്. വളരെ വേഗത്തിൽ ഭക്ഷണം കഴിക്കും. അതുപോലെ വളരെ തളർച്ചയുള്ള സംസാരവും ആക്ഷൻസും ഒക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ അവർക്ക് മുടി വളരെ കുറവായിരിക്കും. അവരുടെ സ്കിന്നിന്റെ കളർ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണവർണ്ണം, ഒരു ലൈറ്റ് ഒരു ഗ്രീൻ, അതായത് കൃഷ്ണവർണ്ണമാണ് പറയാറ്. ഒരു ബ്ലാക്ക് കലർന്ന ഒരു നീല കളറായിരിക്കും അവരുടെ സ്കിന്ന് കൂടുതലും. ചൂട് ഇഷ്ടമായിരിക്കും അവർക്ക്. അതുപോലെ മധുരം, പുളി, ഉപ്പൊക്കെ അങ്ങനത്തെ ആഹാരങ്ങൾ കഴിക്കാൻ കൂടുതൽ താല്പര്യമുള്ള ആളുകളായിരിക്കും. അവരുടെ ദേഹബലം വളരെ കുറവായിരിക്കും. ഒരു പെക്യുലർ ആയിട്ട് അവർ ഉറങ്ങുമ്പം സാധാരണയായിട്ട് സ്വപ്നം കാണുന്നത് ആകാശത്തൂടെ പറക്കുന്നതോ അല്ലെങ്കിൽ ബലൂൺ പറക്കുന്നതോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് സ്വപ്നം കാണാറ്.